ത്വജ്ജനം നിർജയേത് കഹ. ഭഗവത് ഭക്തന്മാരെ ആർക്കും ജയിക്കാൻ സാധ്യമല്ല. മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ചത് നാവാമുകുന്ദനെയാണ്, വിഷ്ണുവിനെയാണ്. എപ്പോൾ യമൻ വന്ന് ഭഗവാൻ ഇവരുടെ രണ്ടുപേരെയും ചേർത്തിട്ട് അയ്യോ, ആ വിഗ്രഹത്തിന് ഇറങ്ങി വന്നത് ശിവൻ. ശിവൻ ഇറങ്ങി വന്ന് ഇദ്ദേഹത്തിനെ വധിക്കുകയാണ്. അങ്ങനെയാണ് കാലകാലൻ എന്ന ശിവന് പേര് വന്ന്. മൃത്യുഞ്ജയൻ, മൃത്യുവിനെ ജയിച്ചവൻ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഭരണത്തിന് വേണ്ടിയാണ് ത്രിമൂർത്തികളായിട്ട് ഇരിക്കുന്നത്. ബ്രഹ്മം ഏകമാണ്. ഏകമായ ബ്രഹ്മം ഈ കാണുന്നതായ പ്രപഞ്ചത്തിനെ ഭരിക്കാൻ വേണ്ടി സൃഷ്ടികർമ്മത്തിന് ബ്രഹ്മാവായി, രജോഗുണത്തിനെ ആശ്രയിച്ച് ബ്രഹ്മാവായിട്ടും സത്വഗുണത്തിനെ ആശ്രയിച്ച് വിഷ്ണുവായി പരിപാലനത്തിന്, തമോഗുണത്തിനെ ആശ്രയിച്ച് ശിവനായി. എല്ലാം ഒന്നാണ്. അതാണ് നാവാമുകുന്ദൻ്റെ വിഗ്രഹത്തിൽ നിന്ന് ശിവൻ ഇറങ്ങി വന്നത്. ഭഗവാൻ ഒന്നേ ഉള്ളൂ. സർവം ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം. ശ്ലോകം 6. പ്രീത്യാ നാരായണാഖ്യഃ. ഈ വിവരം മാർക്കണ്ഡേയ മഹർഷിയെ ദേവേന്ദ്രൻ്റെ ആൾക്കാർക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്ന വിവരം നാരായണ ഋഷി അറിഞ്ഞു. എന്തെന്നില്ലാത്ത സന്തോഷം. പ്രീത്യ, അദ്ദേഹം വാ നര, നീയും വാ. അഥ നരസഖ, തൻ്റെ സഹോദരൻ തന്നെയായ നരനോടുകൂടി. അവിടെയും എന്താ കാണിക്കുന്നത്? രണ്ടല്ല, രണ്ട് രൂപമാണെങ്കിലും രണ്ടും ഒന്നാണ്. തൽക്കാലം രണ്ട് രൂപം എടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? സഹസ്രകവചനെ വധിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ആവശ്യമാണ്. തപസ്സും ചെയ്യണം, യുദ്ധവും ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് രൂപം എടുത്തത്. വാസ്തവത്തിൽ ഒരേ ഇത് തന്നെയാണ്, ഒരേ ആത്മാവ്. നാരായണാഖ്യസ്ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം. മാർക്കണ്ഡേയ മഹർഷിയുടെ അടുത്ത് വന്നു. തുഷ്ട്യാ തോഷ്ടൂയമാനഃ, എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ആ നാരായണ ഋഷിയെ സ്തുതിക്കാൻ തുടങ്ങി. തോഷ്ടൂയമാനഃ, സ്തുതിയിൽ സന്തുഷ്ടനായി നാരായണ ഋഷി. പറയൂ, എന്താ വേണ്ടത്? എന്താ വരം വേണ്ടത്? ചോദിച്ചോളൂ. വിവിധ വരൈർ ലോഭിത, എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ. പല തരത്തിലുള്ള വരങ്ങൾ കൊണ്ട് പ്രലോഭിപ്പിച്ചു. ന അനുമേനേ, വേണ്ട, എനിക്കൊന്നും വേണ്ട, ഒരു വരവും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ വന്നാൽ എന്തെങ്കിലും തന്നിട്ടേ പോവും. എന്തെങ്കിലും ചോദിക്കണം. ദ്രഷ്ടും മായാം ത്വദീയാം, എന്നാ ഒരു കാര്യം ചെയ്യൂ, അങ്ങയുടെ മായ. അപ്പോൾ നാരായണ ഋഷിയെ
ഭഗവാനായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങയുടെ മായയുണ്ടല്ലോ, ആ മായ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ദ്രഷ്ടും മായാം ത്വദീയാം, ആ മായയെ കാണണമെന്നുള്ളതായ ആഗ്രഹം പറഞ്ഞു. തഥാസ്തു, അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. നോക്കണേ, ധാരാളം വരങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മായയാണ് ചോദിച്ചത്. നമ്മളെല്ലാവരും മായ മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഭൂമിയിൽ ഉള്ളവരെല്ലാം. അപ്പം അദ്ദേഹം മായ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവൃണോദ്ഭക്തി തൃപ്താന്തരാത്മാ, ഭക്തി കൊണ്ട് തൃപ്തനായിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയ ആ മാർക്കണ്ഡേയ മഹർഷി ഭഗവാന്റെ മായ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അതൊന്ന് അറിയണം എന്ന് ചോദിച്ചു. തഥാസ്തു, അനുഗ്രഹിച്ചു. ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മായാ ദുഃഖാനഭിജ്ഞ, മായയുടെ ദുഃഖം എന്താണെന്ന് അറിയാത്തവൻ, അനഭിജ്ഞ. മായാ ദുഃഖാനഭിജ്ഞ തദപി മൃഗയതേ, അത് കാണണം. മായ എന്താണെന്ന് അറിയില്ല, അതെനിക്ക് കാണണം എന്നുള്ളതായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്താ അത്? നൂനം ആശ്ചര്യഹേതോ, ഇത് ഏറ്റവും വലിയ ആശ്ചര്യമാണ് എന്നർത്ഥം. ആശ്ചര്യം അനുഭവമായിട്ട്, അതാണ് മായ ഏത് വിധത്തിലാണ് ദുഃഖിപ്പിക്കുന്നത് എന്ന് അറിയണം, ആ അനുഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മായയെക്കുറിച്ച് അറിയാത്തതായ ആ മാർക്കണ്ഡേയ മഹർഷി മായയെ അറിയണമെന്ന് ചോദിച്ചത്, മൃഗയതേ, അന്വേഷിച്ചത്.